ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം എൻ.ഡി.എ സർക്കാർ നേരിടുന്ന ആദ്യത്തെ വെല്ലുവിളി ഒക്ടോബറിൽ മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മഹാരാഷ്ട്രയിലുണ്ടാക്കിയ മഹായുതി സഖ്യത്തിന് കനത്ത പ്രഹരമേറ്റിരുന്നു. എൻ.സി.പിയെ പിളർത്തി മെനഞ്ഞ കുതന്ത്രങ്ങളുടെ വൻ തകർച്ചയാണ് തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. നിയമസഭയിലും ഇതേ തോൽവി ആവർത്തിക്കുമോ എന്ന ഭയമാണ് ബി.ജെ.പിയെ ഇപ്പോൾ അലട്ടുന്ന പ്രധാന പ്രശ്നം. തിരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ എൻ.സി.പിയും ഷിൻഡോയുടെ സേനയും ചേർന്നുള്ള സഖ്യം മികച്ച വിജയം നേടുമെന്നും വോട്ട് വിഹിതം ഉൾപ്പെടെ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നുമാണ് സർവേകളും പുറത്തുവിട്ട വാർത്തകൾ. ഈ പ്രതീക്ഷകളും പ്രവചനങ്ങളുമാണ് അപ്പാടെ തെറ്റിയത്. ഇതോടെ മഹായുതി സഖ്യത്തിന്റെ നിലനിൽപ്പിൽ തന്നെ ബി.ജെ.പി കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ സഖ്യത്തിന്റെ ബലഹീനത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നും അതാണ് പരാജയ കാരണമായതെന്നുമാണ് ബി.ജെ.പി കോർ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ബി.ജെ.പി രൂപീകരിച്ച സഖ്യത്തെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തള്ളിയതാണ് പരാജയത്തിന് കാരണമെന്നും കോർ കമ്മിറ്റി കണ്ടെത്തി. പരാജയത്തിൽ പൂനെയിൽ ചേർന്ന ബി.ജെ.പി ആർ.എസ്.എസ് സംയുക്ത യോഗവും കടുത്ത വിമർശനമുയർത്തിയിരുന്നു. ശരത് പവാർ വിരുദ്ധതയായിരുന്നു മഹാരാഷ്ട്രയിൽ ബി.ജെ.പി പക്ഷ രാഷ്ട്രീയത്തിന്റെ തുറുപ്പുചീട്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ബി.ജെ.പിയെ ശക്തമായി എതിർത്ത് എൻ.സി.പിയുടെ നിഴലായി നിന്ന അജിത് പവാറിനെ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഒപ്പം കൂട്ടി സഖ്യം രൂപീകരിച്ചത് അനുയായികൾക്ക് ഉൾക്കൊള്ളാനായില്ല. അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അജിത് പവാറിന്റെ വരവ് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തെന്നും ആർ.എസ്.എസ് നേതാക്കൾ പ്രതികരിച്ചു. ആർ.എസ്.എസ് മുഖമാസികയായ ഓർഗനൈസറും സമാന രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അജിത് പവാറിന്റെ എൻ.സി.പിയുടെ കാര്യത്തിൽ ബി.ജെ.പി നേതൃത്വത്തിൽ പുകച്ചിലുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. പാർട്ടി മേൽത്തട്ടിലും അനുയായികൾക്കും അജിത് ഒരു കരടായി മാറി എന്നു തന്നെ സാരം. 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നിന്ന് ബി.ജെ.പി സഖ്യം നേടിയത് വെറും 17 സീറ്റുകൾ മാത്രമാണ്. 400 സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്ന ബി.ജെ.പിക്ക് വളരെ വലിയ തിരിച്ചടിയായിരുന്നു അത്. 1998 ശേഷമുള്ള മോശം പ്രകടനമെന്നാണ് വിലയിരുത്തൽ. പശ്ചിമ മഹാരാഷ്ട്രയിലെ 12 ലോക്സഭാ സീറ്റുകളും 70 നിയമസഭാ സീറ്റുകളുമാണ് അജിത് പവാറിനെ കൂടെ കൂട്ടിയപ്പോൾ ബി.ജെ.പി ലക്ഷ്യം വെച്ചത്. ആ കണക്കുകൂട്ടലുകളുടെ വൻ തകർച്ചയാണ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കേവലം ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണ് സഖ്യത്തിന് കിട്ടിയത്. ഭൂരിഭാഗം നിയമസഭാ സീറ്റുകളിൽ ഏറെ പിന്നിൽ പോവുകയും ചെയ്തു. എൻ.സി.പിയെ പിളർത്തി മികച്ച മുന്നേറ്റമെന്ന ബി.ജെ.പി കുതന്ത്രം ശരത് പവാറിനാണ് അനുകൂലമായി വന്നു ചേർന്നത്. നേരത്തെ അകലം പാലിച്ചവർ വരെ ശരത് പവാറിനൊപ്പം ചേർന്നു. എൻ.സി.പി പക്ഷങ്ങളുടെ നേരിട്ടുള്ള മത്സരം നടന്ന ബാരാമതിയിൽ ഭാര്യ സുനേത്രയുടെ തോൽവിയും അജിത് പവാറിന്റെ രാഷ്ട്രീയ ദൗർബല്യമായി ബി.ജെ.പി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. സഖ്യത്തിൽ നിന്ന് അജിത്തിനെയും പാർട്ടിയെയും ഒഴിവാക്കിയാൽ അത് മൂന്നാം മോദി സർക്കാരിനെ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന ആശങ്കയും ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിനെ അലട്ടുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നതും ഒരു വലിയ ചോദ്യമാണ്. ക്യാബിനറ്റ് റാങ്ക് കിട്ടാത്തത് കാരണം കേന്ദ്രമന്ത്രിസഭയിൽ ചേരാതെ മാറി നിൽക്കുന്ന അജിത് പവാറും കൂട്ടരും ഏറെ സൂക്ഷ്മതയോടെയാണ് ബി.ജെ.പി വിമർശനങ്ങളെ നോക്കിക്കാണുന്നത്. കേവലം നിയമസഭാ സീറ്റ് വിഭജനത്തിൽ മാത്രം മുൻതൂക്കം നൽകിയാൽ സഖ്യത്തിൽ നിന്നും പിന്തിരിയാമെന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അജിത് പവാറിന്റെ കാര്യത്തിൽ ഉള്ളതുപോലെയല്ല ഷിൻഡോയോടുള്ള ബി.ജെ.പി നിലപാട്. പരോക്ഷമായ ചില വിമർശനങ്ങൾ ബി.ജെ.പിയിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും ഷിൻഡെയും കൂട്ടരെയും കൂടെ നിർത്തണം എന്നാണ് ആർ.എസ്.എസ് നേതാക്കളുടെ കർശന നിർദ്ദേശം. മറാത്ത സംവരണ സമരക്കാരെ ഒപ്പം നിർത്താൻ ഷിൻഡെ കാണിച്ച രാഷ്ട്രീയ തന്ത്രങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് ബി.ജെ.പി ആർ.എസ്.എസ് വിലയിരുത്തൽ. എന്നാൽ മഹായുതി സഖ്യം അജിത് പവാറിനെയും ഷിൻഡെയും കൂടെ കൂട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന നിലപാടാണ് ബി.ജെ.പി മഹാരാഷ്ട്ര സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ വ്യക്തമാക്കിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തെറ്റുകൾ നിരീക്ഷിച്ച് തിരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒന്നിച്ചു നിൽക്കുമെന്ന് ശരത് പവാർ ഉദ്ധവ് കൂട്ടുകെട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ അതെല്ലാം സമവായത്തിലൂടെ പരിഹരിക്കാനുള്ള ഫോർമുല കൈവശമുള്ള ശരത് പവാറിന്റെ തന്ത്രം ഈ കൂട്ടുകെട്ടിന്റെ കരുത്ത് കൂട്ടുന്നു. ശരത് പവാറിന്റെ രാഷ്ട്രീയ കൗശലങ്ങളെ ബി.ജെ.പി ഏറെ കരുതലോടെയാണ് നോക്കിക്കാണുന്നത്. മഹാരാഷ്ട്ര ഭരണം നിലനിർത്തുക എന്നത് ബി.ജെ.പിയുടെ ആത്യന്തിക ലക്ഷ്യമാണ്. എന്തുതരം അട്ടിമറികൾ നടത്തിയാലും അത് നേടിയെടുക്കുമെന്ന ബി.ജെ.പിയുടെ നീക്കങ്ങൾ സുപരിചിതവുമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ തോൽവി ആവർത്തിച്ചാൽ എൻ.ഡി.എ സർക്കാരിന്റെ നിലനിൽപ്പിൽ വലിയ ചോദ്യചിഹ്നം ഉയർന്നു വന്നേക്കാം. ഈ സാഹചര്യത്തിലാണ് മഹായുതി സഖ്യത്തിനൊപ്പം മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ചുള്ള ബി.ജെ.പിയുടെ പുനരാലോചന ശ്രദ്ധേയമാകുന്നത്.